സർവവേദശാസ്ത്രാദി ശബ്ദസാമാന്യരൂപനാദാത്മക. അത് ആത്മാവിൻ്റെ ശക്തിവിശേഷമാണ്. ആത്മാവ് ശബ്ദരൂപത്തിലാണ് തന്നെ ആദ്യം പ്രകടമാക്കിയത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ആദ്യത്തെ പ്രകടനം ശബ്ദമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഞ്ചഭൂത സൃഷ്ടിയിൽ ആദ്യം ഏതാണ്? ആകാശം. ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. ശബ്ദത്തിൽ നിന്നാണ് പ്രകാശം വന്നത്. നമുക്കിത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രകാശമല്ലേ ശ്രേഷ്ഠം? അതല്ലേ ആദ്യം, ശബ്ദം പിന്നീടല്ലേ? അല്ല, ശബ്ദത്തിൽ നിന്നാണ് പ്രകാശം ഉണ്ടായത്. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്നാണ് അഗ്നി, അഗ്നിയുടെ ഗുണവിശേഷമാണ് പ്രകാശം. അപ്പോൾ ആദ്യം ശബ്ദമാണ്. ശബ്ദം 2 ഘട്ടങ്ങൾ കടന്നു വരുമ്പോഴാണ് പ്രകാശമുണ്ടാകുന്നത്. അപ്പോൾ ശബ്ദമാണ് അതിസൂക്ഷ്മമായത്. വേറൊരു ഉദാഹരണത്തിലൂടെയും ഞാൻ വ്യക്തമാക്കി തരാം. ഞാനാര്? പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചതും പലർ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഗാഠനിദ്രയിലിരിക്കുന്ന ഒരാളുടെ മുഖത്ത് ഒരു വലിയ സെർച്ച് ലൈറ്റ് കൊണ്ട് അടിച്ചു നോക്കൂ. അതിശക്തമായ തീവ്രപ്രകാശം ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് അടിച്ചാൽ അയാൾ ഉണരില്ല. ഒരു സെർച്ച് ലൈറ്റ് അയാളുടെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അയാൾ സ്വയം മറന്നുറങ്ങുകയാണ്. എന്നാൽ അയാളുടെ ചെവിയുടെ അടുത്ത് ചെന്ന് അയാളുടെ പേരോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി അയാൾക്ക് ഉണ്ട് എന്ന് അയാൾ കരുതുന്ന ബന്ധമോ, ആ ബന്ധത്തിൻ്റെ പേര് പറഞ്ഞോ വിളിച്ചാൽ ആ വ്യക്തി പെട്ടെന്ന് ഉണരും. ലൈറ്റ് അടിച്ചിട്ട് ഉണരാത്തവൻ ശബ്ദം കേട്ടെങ്ങനെ ഉണരുന്നു? ശബ്ദത്തിന് പ്രകാശത്തെക്കാളും ശക്തിയുണ്ട്. ആത്മപ്രകാശം അത് ഉള്ളിൽ അനുഭവിക്കേണ്ട പ്രകാശമാണ് എന്ന് നമ്മൾ പറയുന്നു. ശരി തന്നെ. പക്ഷേ ഈ ആത്മപ്രകാശം ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ വാക്കുകളിലൂടെയാണ് നേടുന്നത്. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ ശബ്ദാത്മകങ്ങളാണ്. ആ ശബ്ദം, ആ ഗുരു പറയുന്ന വാക്കുകളിലുള്ള അർത്ഥം, ആ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ആത്മപ്രകാശത്തെ തന്നെ ഒരു ശിഷ്യൻ നേരിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ശബ്ദമെന്ന് പറയുന്നത് അപാര ശക്തിയുള്ളതാണ്. ഏത് ശാന്തചിത്തനെയും ക്ഷോഭിപ്പിക്കാൻ ഏതാനും വാക്കുകൾ മതി. അയാൾ വലിയ ശാന്തനാണ്, എപ്പോഴും ശാന്തസ്വരൂപനായി കഴിയുന്നു, ഒരിക്കലും അയാൾക്ക് ദേഷ്യം വരില്ല എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് അയാളെ ചൊടിപ്പിക്കാൻ പറ്റും. അറിയാമോ? ഒന്ന് വേണ്ട, 2 മിനിറ്റ് ഞാൻ അല്പം കൂട്ടി പറഞ്ഞതാണ്, അതിശയോക്തിയാണ്. നിങ്ങൾ ശാന്തനാണല്ലേ, നിങ്ങൾ ദേഷ്യപ്പെടുത്തേ ഇല്ലല്ലേ? എന്തു പറഞ്ഞാലും, തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും ഒന്നും ഒരു പ്രതികരണവും ഉണ്ടാകത്തില്ലല്ലേ? നിങ്ങൾക്ക് ദേഷ്യം ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ടില്ലേ? അല്ലെങ്കിൽ ഇനിമേൽ നിങ്ങൾ ദേഷ്യപ്പെടുകയില്ല എന്നാണോ പറയുന്നത്? ഞാനത് വിശ്വസിക്കുകയില്ല. നിങ്ങൾക്കും ദേഷ്യം വരും. ദേഷ്യം വരാത്ത മനുഷ്യരുണ്ടോ? നിങ്ങൾക്കും ദേഷ്യം വരും. ഇല്ല സുഹൃത്തെ, എനിക്ക് ദേഷ്യം വരില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഇതൊക്കെ നിങ്ങൾ ചുമ്മാ വെറുതെ പറയുന്നതല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമുണ്ട്, നിങ്ങളെ ചൊടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങൾക്ക് ദേഷ്യം വരും. വരില്ല എന്ന് പറഞ്ഞില്ല, ദേഷ്യം വരുമെന്ന് ഞാൻ പറയുന്നു. വരില്ല സുഹൃത്തെ, എനിക്ക് ദേഷ്യം വരില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ദേഷ്യം വരും. ദേഷ്യം വരില്ല എന്ന് പറഞ്ഞില്ലേടാ? ദേഷ്യം വന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ ഇന്ദ്രിയ നിയന്ത്രണവും മനസ്സിൻ്റെ ഉപശമവും ഒക്കെ പളുങ്ക് പാത്രം പോലെയാണ്, താഴെ വീണാൽ തകർന്നു പോകുന്നതാണ്. ഒരു വ്യക്തിയെ ക്ഷോഭിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും ചലിക്കാത്തവനാണ് യഥാർത്ഥ ഉപശമം നേടിയ ആൾ. അപ്പോൾ ഈ അനാഹതധ്വനി ഉള്ളിൽ ഏതൊരു വ്യക്തിക്കും കേൾക്കാവുന്നതാണ്. സർവവേദ ശാസ്ത്രാദി ശബ്ദസാമാന്യ രൂപനാദാത്മക. അതിനെ പറയുന്നത് ശബ്ദസാമാന്യം എന്നാണ്. ഈ ചെവികൾ അടച്ചു പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് വാക്കുകളോ മറ്റേതെങ്കിലും ശബ്ദമോ ഒന്നുമില്ല. അർത്ഥമുള്ള
ശബ്ദമൊന്നുമല്ല, ഒരു മുഴക്കം മാത്രമേ ഉള്ളൂ. ആ മുഴക്കമാണ് വാക്കുകളുടെ ഉദ്ഭവസ്ഥാനം. ആ അനാഹത ധ്വനിയിൽ നിന്നാണ് വാക്കുകൾ, പല ഭാഷകളിലുള്ള വാക്കുകൾ എല്ലാം തന്നെ ആവിർഭവിച്ചത്. അത് നാദമാണ്. നാദം, അത് നാദത്തിൽ നിന്നാണ് സൃഷ്ടിയുണ്ടായത് എന്നൊരു സിദ്ധാന്തവുമുണ്ട്. ശബ്ദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം. ശബ്ദമാണ് എല്ലാറ്റിൻ്റെയും ആദി. അങ്ങനെ ആ നാദാത്മകമായ ഒരു അനാഹത ധ്വനി സ്വതശ്രൂയതേവ, ഏതൊരു വ്യക്തിക്കും തൻ്റെ ചെവികൾ അടച്ചു പിടിച്ചാൽ കേൾക്കാവുന്നതാണ്. സയേവഹി ഏതൻ നിത്യനൈമിത്തികം കർമ്മ ശമദമാതി ജ്ഞാനസാധനഞ്ച വിധേയം അവശ്യമനുഷ്ഠേയമിതി സർവവിധിഗർഭ. ഈ ശബ്ദം, ഇത് വേദങ്ങളുടെ ഉത്പത്തി സ്ഥാനമാണ്. എന്താണ് ഈ അനാഹത ധ്വനി? അത് ആത്മാവ് തന്നെയാണ്. ആത്മാവ് ശബ്ദരൂപത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്നതാണത്. ആ ശബ്ദത്തിൽ നിന്ന് പൊന്തിയതാണ്, അല്ലെങ്കിൽ ഉദ്ഭവിച്ചവയാണ് വേദങ്ങൾ. നിത്യനൈമിത്തികം കർമ്മ, നിത്യകർമ്മം, നൈമിത്തിക കർമ്മം. നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ ദിവസേന ഒരു വ്യക്തി ചെയ്യേണ്ടത്. സന്ധ്യാവന്ദനം, സമിതാദാനം, അങ്ങനെ ചില വൈദിക കർമ്മങ്ങൾ ദിവസവും ചെയ്യണം എന്ന് വേദങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ നൈമിത്തിക കർമ്മങ്ങളെക്കുറിച്ചും വേദങ്ങൾ പറയുന്നു. നൈമിത്തികം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, വിശേഷ ദിനങ്ങളിൽ മാത്രം ചെയ്യേണ്ട കർമ്മങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് വാവുബലി, 365 ദിവസവും നമ്മൾ വാവുബലി ഇടാറില്ല. അതുപോലെ ശ്രാദ്ധം, ബലി എന്ന് നമ്മൾ പറയാറില്ലേ, പിതൃക്കളെ ഉദ്ദേശിച്ച്. അപ്പോൾ അത് ഒരു വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ ഒരു പിതൃതർപ്പണം. പിതൃക്കളെന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെല്ലാവരും പിതൃക്കളാണ്. അപ്പോൾ അതിൽ ഒരു ദിവസം, അതെ, ഒരു ദിവസം അവർക്ക് വേണ്ടി, അതായത് അവരുടെ സങ്കല്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 365 അല്ല, നമ്മുടെ 365 ദിവസമാണ് അവരുടെ ഒരു ദിവസം. അപ്പം നമ്മൾ 365 ദിവസത്തിൽ ഒരു ദിവസം ആ കൃത്യമായ ആ തിഥിയിൽ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ദിവസേന ഊണ് കിട്ടുന്നു എന്നുള്ളതാണ്, ആഹാരം കിട്ടുന്നു, അവർ തൃപ്തിപ്പെടുന്നു എന്നുള്ളതാണ് സങ്കല്പം. എന്തോ ആയിക്കോട്ടെ. അപ്പം നിത്യകർമ്മം, നൈമിത്തിക കർമ്മം. ഇനി ശമദമാതി ജ്ഞാന സാധനം, ശമം ദമം തുടങ്ങിയ ജ്ഞാനത്തെ നേടിത്തരുന്ന സാധനാനുഷ്ഠാനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് വേദങ്ങളാണ്, ഉപനിഷത്തുകളാണ്. ച വിധേയം അവശ്യമനുഷ്ഠേയമിതി സർവവിധി ഗർഭ. വിധി, വിധേയം എന്ന് പറഞ്ഞാൽ അവശ്യം ചെയ്യേണ്ടത്, തീർച്ചയായും ചെയ്യേണ്ടത്. നിഷേധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. ഇതൊക്കെ വേദങ്ങളാണ് വിധിക്കുന്നത്. വിധി നിഷേധങ്ങളെ വേദങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ സകല വിധികളുടെയും ഗർഭമായിരിക്കുന്നത് ഈ അനാഹത ധ്വനിയാണ്. വേദങ്ങളാണ് ഈ കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ വേദങ്ങൾ ശബ്ദത്തിൽ നിന്ന് പൊന്തിയവയാണ്. ശബ്ദരൂപത്തിൽ ഋഷികളുടെ ഉള്ളിൽ ഈശ്വരനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് ഉണ്ടായവയാണ്. ഓങ്കാരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഓങ്കാരം. ഈ അനാഹത ധ്വനിയെയാണ് ഓങ്കാരം എന്ന് പറഞ്ഞത്. ഈ ഓം എന്നുള്ളത് അങ്ങനെ ഓം എന്ന് അല്ല നമ്മൾ കേൾക്കുന്നത്, ഒരു മുഴക്കമാണ്. കടലിൻ്റെ ഇരമ്പൽ, നിശബ്ദമായ ഒരു രാത്രിയിൽ നമുക്ക് ദൂരെ നിന്ന് പോലും കടലിൻ്റെ ഒരു ഇരമ്പൽ കേൾക്കാൻ പറ്റും. അതുപോലെയാണ് ഈ അനാഹത ധ്വനി. ഒരു മുഴക്കം, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ശബ്ദമല്ല, ആ ശബ്ദത്തിന് ഒരർത്ഥവുമില്ല. പക്ഷേ എന്തോ ഒന്ന് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു നാദത്തിൽ നിന്ന്, അനാഹത ധ്വനിയിൽ നിന്നാണ് വിധി നിഷേധങ്ങളെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്ന വേദങ്ങളും മറ്റ് ശാസ്ത്രങ്ങളുമെല്ലാം ഉണ്ടായത്. അവശ്യമനുഷ്ഠേയമിതി സർവവിധിഗർഭ ഏതത് കലഞ്ചഭക്ഷണാദി നവിധേയം ഇത് സർവനിഷേധ വേദശാസ്ത്രഗർഭശ്ചേതി. എന്തൊക്കെ ചെയ്യണം? ശമം ദമം മുതലായവ ശീലിക്കണം,
സങ്കല്പങ്ങളെ നിരോധിക്കണം തുടങ്ങിയ ജ്ഞാന സാധനകളെയും നിത്യ നൈമിത്തിക കർമ്മങ്ങളെയും അതേപോലെ കാമ്യകർമ്മങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തി ആഗ്രഹിച്ചത് നേടിയെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേദങ്ങളിൽ വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ജ്ഞാനം നേടാനുള്ള വഴികളും ഉപനിഷത്തുകളിൽ, വേദങ്ങളുടെ ഭാഗമാണ് ഉപനിഷത്തുകൾ, അവയിൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത്? ഏതത് കലഞ്ച ഭക്ഷണാദി, കലഞ്ചം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് എന്നാണ് അർത്ഥം. MDMS എന്ന് പറയും, പോലീസുകാർക്കൊക്കെ അറിയാൻ പറ്റും. 1/2 ഗ്രാം, 1 ഗ്രാം, 1 ഗ്രാം എന്നല്ല, മില്ലിഗ്രാം മതി, മില്ലിഗ്രാം. MDMS എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്നാണത്. പഴയ കാലത്ത് മയക്കുമരുന്നില്ല, കെമിക്കൽസ്, ഇങ്ങനെ രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മയക്കുമരുന്നില്ല. അന്ന് ഈ കഞ്ചാവിൻ്റെ ചെടി അത് പണ്ടേ ഉണ്ടെന്നേ. ആ ആ മദ്യം, ചാരായം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെങ്ങ്, പന തുടങ്ങിയ വസ്തുക്കളിൽ നിന്ന് അതിൻ്റെ എന്താ പറയുന്നത്, മധുരമായ ദ്രവം പുളിപ്പിച്ച് ആൽക്കഹോൾ അതിലുണ്ടാക്കി, പുളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആൽക്കഹോൾ ഉണ്ടാവുക എന്നാണ് അർത്ഥം. കുറച്ച് പഞ്ചസാര വെള്ളം ഒരു 1-2 ദിവസം വെച്ചിരുന്നാൽ തന്നെ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. അന്നജമാണ്, സ്റ്റാർച്ചാണ് ആൽക്കഹോളായി കൺവേർട്ട് ആവുന്നത്. അപ്പോൾ അന്നിങ്ങനെയുള്ള വഴികളുണ്ടായിരുന്നു. പിന്നെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ലഹരി വസ്തുവാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. കഞ്ചാവിൻ്റെ ഇലകൾ, പൂവ് എല്ലാം ഉപയോഗിക്കാം, വീട്ടിലും വച്ച് പിടിപ്പിക്കാം. എക്സൈസുകാർ കണ്ട എപ്പോൾ പൊക്കി അകത്താക്കിയെന്ന് ചോദിച്ചാൽ മതി. കഞ്ചാവ് വീട്ടിലൊന്നും കൃഷി ചെയ്യാൻ പാടില്ല, വീട്ടിൽ കൃഷി ചെയ്യാൻ പാടില്ല. അപ്പോൾ വേറെ വയലിൽ കൃഷി ചെയ്യാമെന്ന് ചോദിക്കരുത്. അതൊന്നും കൃഷി ചെയ്യാനേ പാടില്ല. അതൊക്കെ കാരണം അത് ഈ ഒരു ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളായതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. സമ്മതിച്ചു, അതൊക്കെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. കഷായങ്ങളിലുണ്ട്. ഈ ദശമൂലാരിഷ്ടത്തിൽ 5% ആൽക്കഹോൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന് അരിഷ്ടം എന്നുള്ള പേര് വന്നത്. അണ്ണാ കുപ്പിയിൽ അരിഷ്ടം വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? ഈ അരിഷ്ടത്തിൽ 5% ആൽക്കഹോളാണ്. അതായത് ബിയറിലുള്ള അത്രയും ആൽക്കഹോൾ കണ്ടന്റ് ഈ അരിഷ്ടത്തിലുണ്ട്. അപ്പോൾ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ മദ്യശാലകൾ, മദ്യഷാപ്പൊക്കെ അടച്ചിടുന്ന ദിവസങ്ങളുണ്ടല്ലോ, അതാണ് ഡ്രൈ ഡേ. 1-ാം തീയതി ഇപ്പോഴുണ്ടോ? ആ പരിപാടി ഉണ്ടോ? എല്ലാ മാസവും 1-ാം തീയതി. 1-ാം തീയതി അമ്പലത്തിൽ പോടാ. അവിടെ ബിവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ചെന്ന് ക്യൂ നിൽക്കാതെ അല്ല, അമ്പലത്തിൽ പോയി എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. അപ്പോൾ കലഞ്ചം, ഏതത് കലഞ്ച ഭക്ഷണാദി ന വിധേയം, ഒരിക്കലും കഞ്ചാവ് ഉപയോഗിക്കരുത്, ഭക്ഷിക്കരുത് എന്നാണ് ശാസ്ത്രങ്ങൾ. സുരാം ന പിബേത്, സുര എന്ന് പറഞ്ഞാൽ മദ്യം, മദ്യം ഒരിക്കലും പാനം ചെയ്യരുത്. ഇതൊക്കെ വേദ വിധികളാണ്. ഈ മദ്യത്തിന് വശംവദരായി എത്ര കൊലപാതകങ്ങൾ, എന്തൊക്കെ അരുതാത്ത കാര്യങ്ങളാണ് പലരും ചെയ്യുന്നത്. നമ്മൾ ദിവസേന പത്രത്തിൽ കാണുന്നില്ലേ? അടിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവന് പോലും അറിയില്ല. അമ്മയെ വെട്ടിക്കൊല്ലുക, അച്ഛനെ കൊല്ലുക, ഭാര്യയുടെ തല വെട്ടിയെടുത്ത് ഒരാൾ അയാളുടെ സ്കൂട്ടറിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ റോഡിലൂടെ പോയി എന്നാണ് ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചത്. സ്വന്തം ഭാര്യയുടെ തല വെട്ടിയെടുത്തിട്ട് അതിന് സ്കൂട്ടറിൻ്റെ ഒരു അലങ്കാര വസ്തുവായി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ഓടിച്ച് റോഡിലൂടെ പോവുകയാണ് ഒരാൾ. ഇതൊക്കെ സ്വബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങളാണോ അത്? അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കും ഈ മദ്യവും ലഹരി പദാർത്ഥങ്ങളും. അതുകൊണ്ട് കലഞ്ചം, കഞ്ചാവ് ഒരിക്കലും ഭക്ഷിക്കരുത്. ന വിധേയമിതി സർവനിഷേധ വേദശാസ്ത്ര ഗർഭശ്ചേതി, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെയും തീർച്ചയായും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വേദങ്ങളാണ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. തശ്രവണേനൈവ, അതൊക്കെ കേൾക്കുന്നത് വഴി തദന്തർഗതം വിധിനിഷേധ ശാസ്ത്രമിവ, വിധിനിഷേധം ഇതാണ് ശാസ്ത്രങ്ങൾ പ്രധാനമായി ചെയ്യുന്നത്. ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യണം, എന്തെന്ത് ചെയ്യാൻ പാടില്ല,
ഇതാദ്യം മനുഷ്യൻ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവൻ അരുതാത്തത് പലതും ചെയ്യും, ചെയ്യാതെയും അയാൾ ചെയ്യേണ്ട പലതിനെയും ഉപേക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിധി നിഷേധങ്ങളെ നിർദ്ദേശിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ, വേദങ്ങൾ. ഇവ തദർത്ഥഭൂതം ജഗദപി ദേഹേസ്മീതി സംഭാവയേതി ഭാവ. ഇങ്ങനെ വേദങ്ങളുടെ ഉള്ളിൽ വിധി നിഷേധങ്ങൾ എങ്ങനെയാണോ പറയപ്പെട്ടിട്ടുള്ളത്, അതുപോലെ ഈ ചിത്തിൻ്റെ ശരീരത്തിനുള്ളിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളതായി പ്രകാശിക്കുന്നു. ഈദൃക് സ്വഭാവൈവ പദാർത്ഥസത്ത സാതേത്ര യദ്ഭിത്യചലാദയോപി സ്വപ്നാദിമായാസ്വിവമേ വദന്തി വാചം നയുഷ്മാ സ്വസമഞ്ജസം തത്. നിന്നെ പോലെയുള്ളവർക്ക് ഇതിൽ ഒരു പൊരുത്തക്കേടും കാണാൻ കഴിയുകയില്ല. എന്ത്? ചിത്തിൻ്റെ സ്വഭാവമാണ്. അതിൽ പലതരം ഇല്ലാത്ത ദൃശ്യങ്ങൾ ഉള്ളതുപോലെ തോന്നുക എന്നുള്ളത്. ഇത് പദാർത്ഥസത്ത എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ നിലനിൽപ്പ്, കാഴ്ച പരമാത്മാവിൻ്റെ ഒരു സ്വഭാവമാണ്. സാതേത്ര യദ്ഭിത്യചലാദയോപി. പരമാത്മഭിത്തിയിലാണ് പർവ്വതങ്ങൾ തുടങ്ങിയ അനേകം കാഴ്ചകൾ ചിത്രത്തിലെന്ന പോലെ കാണപ്പെടുന്നത്. ഒരാളൊരു പടം വരച്ചിട്ടുണ്ട്, അതിമനോഹരമായ ഒരു സീനറി. അതിൽ മലകളും നദികളും മരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും ചിത്രത്തിൽ യഥാർത്ഥത്തിലൊന്നുമില്ല. പടം എന്നർത്ഥം. അതുപോലെ ഒരു പടത്തിൽ എങ്ങനെയാണോ പല വസ്തുക്കളും ഉള്ളതുപോലെ വരയ്ക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ പർവ്വതങ്ങൾ, നദികൾ, സൂര്യചന്ദ്രാദികൾ, നക്ഷത്രങ്ങൾ ഇതെല്ലാം പരമാത്മാവാകുന്ന ക്യാൻവാസിൽ, ചുവരിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളാണ്. സ്വപ്നാദി മായാസ്വിവ, സ്വപ്നം തുടങ്ങിയവയിലും ഇന്ദ്രജാലം അല്ലെങ്കിൽ മായാജാലം തുടങ്ങിയവയിലും പലതും ഉള്ളതുപോലെ കാണികൾ കാണുന്നു. ഒരു മജീഷ്യൻ മാജിക് പ്രദർശിപ്പിക്കുമ്പോൾ എന്തൊക്കെയോ അദ്ദേഹം കാണിച്ചു തരുന്നു ഉള്ളതുപോലെ. തൊപ്പിയുടെ ഉള്ളിൽ നിന്ന് ഒരു മുയലിനെ പൊക്കിയെടുക്കുന്നു. തൊപ്പിയുടെ മുകളിൽ തൊപ്പി ഇങ്ങനെ അതിൻ്റെ അകവും പുറവും ഇങ്ങനെ തിരിച്ച് മറിച്ച് കാണികളെ കാണിക്കും. ഒന്നുമില്ലല്ലോ, ഇല്ല, ഒരു നല്ല നീളത്തിലുള്ള തൊപ്പി. എന്നിട്ട് അതിൽ കൈയിട്ടിട്ട് ഒരു മുയലിനെ അതിൻ്റെ ചെവിക്ക് പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്ത് കാണിക്കും. ആളുകളെല്ലാം അന്തിച്ചിരിക്കും. ഇതാണ് ഇന്ദ്രജാലം, മാജിക്. ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാക്കുന്നു. കാണികൾക്കത് സത്യമെന്ന പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ ചിത്തിൽ വാസ്തവത്തിൽ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. പക്ഷെ പലതും അതിൽ ഉണ്ടാവുന്നതായും നിലനിൽക്കുന്നതായും തിരിച്ചു ലയിക്കുന്നതായും അല്ലെങ്കിൽ നശിക്കുന്നതായും ജീവന്മാർ കാണുന്നു. സ്വപ്നാദിമായ ശിവമേ വദന്തി വാചം ന യുഷ്മാത് സ്വസമഞ്ജസം തത്. ഇതിൽ യാതൊരു യുക്തിഹീനതയുമില്ല, യുക്തിരാഹിത്യവുമില്ല. ചിത്തിൻ്റെ സ്വഭാവമാണ് ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളത്. അങ്ങനെ ദൃശ്യങ്ങളായി ചിത്ത് തന്നെ പ്രകടിപ്പിക്കുമ്പോഴും ചിത്തല്ലാതാവുന്നില്ല. ചിത്തൊരിക്കലും ജഡമാവുന്നില്ല. ജഡങ്ങളെ ഉള്ളതായി ചിത്ത് തോന്നിപ്പിക്കുമ്പോഴും ചിത്ത് ജഡമായി മാറുന്നില്ല. ചിത്തായിരിക്കവേ തന്നെയാണ് ജഡം അതിൽ ഉള്ളതുപോലെ തോന്നുന്നത്. അത് ചിത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു യുക്തിരാഹിത്യവും ഇല്ല എന്നാണ് ആ സ്ത്രീ ഭാസനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഉക്തന്യായേന സ്തംഭകുംഭാദിഷ്വപി സർവജഗത് സദ്ഭാവ സംഭാവനീയ ഇത്യാശയേന. ഈ പറഞ്ഞ ന്യായമനുസരിച്ച്, ലോജിക് അനുസരിച്ച് സ്തംഭം, കുംഭം തുടങ്ങിയവയിൽ പോലും സകല ജഗത് പദാർത്ഥങ്ങളിലും ചിത്ത് വ്യാപിച്ച് നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. ചിത്ത് തന്നെയാണ് നാമരൂപങ്ങളായി പ്രകടമാകുന്നത് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. സർവപദാർത്ഥേഷ്വനുഗതാ സത്താപി
സകല പദാർത്ഥങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നതാണ് ഈ സത്ത അല്ലെങ്കിൽ ചിത്ത്, ബ്രഹ്മം, ബോധം. എങ്കിലും യാദൃക് ശബ്ദസാമാന്യ സ്വഭാവ അനാഹതധ്വനി ഈദൃക് സ്വഭാവൈവ സർവജഗദ്ഘടിത സാമാന്യ സ്വഭാവൈവ. എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ അനാഹതധ്വനി, നാദം, ആ അനാഹതധ്വനിയിൽ നിന്ന് സകല വാഗ്ജാലങ്ങളും സകല വാക്കുകളും സകല ശബ്ദങ്ങളും ഈ അനാഹതധ്വനിയിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്. അതുപോലെ ഈ ചിത്തിൽ നിന്നാണ് സകല ജഗത് പദാർത്ഥങ്ങളും പൊന്തുന്നത്. എങ്ങനെയാണോ അനാഹതധ്വനി തന്നെ അനേകം ഭാഷകളിലുള്ള പലതരം വാക്കുകളായി പ്രകടമാകുന്നത്, അതുപോലെ ചിത്ത് തന്നെയാണ് പ്രപഞ്ചനാമരൂപങ്ങളായും പ്രകടമാകുന്നത്. അതിനെ നമുക്ക് സാമാന്യ സത്ത എന്ന് വിശേഷിപ്പിക്കാം. സാമാന്യ സത്ത അല്ലെങ്കിൽ സത്താ സാമാന്യം, പൊതുവായ സത്ത. സത്ത എന്ന് പറഞ്ഞാൽ ഉണ്മ, നിലനിൽപ്പ്, ഇരിപ്പ്, അസ്തിത്വം, പ്രസൻസ് എന്നർത്ഥം. സാമാന്യമായ സത്തയാണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഉണ്മ എന്നർത്ഥം. ആ സാമാന്യമായ സത്തയിൽ വിശേഷ സത്ത ഉള്ളതുപോലെ തോന്നുന്നു. വിശേഷ സത്ത എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ, പ്രപഞ്ച പദാർത്ഥങ്ങൾ. നാമരൂപരഹിതമായ ശുദ്ധസത്തയിൽ അല്ലെങ്കിൽ സാമാന്യ സത്തയിൽ നാമരൂപങ്ങളാകുന്ന വിശേഷ സത്തകൾ ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങനെ തോന്നിക്കാനുള്ള ഒരു കഴിവ് ഈ ചിത്തിൽ നൈസർഗികമായി തന്നെയുണ്ട്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. അങ്ങനെ പല കാഴ്ചകളും ഇതിൽ ഉള്ളതുപോലെ തോന്നിയാലും സാമാന്യ സത്തയ്ക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. അത് സമമായി തന്നെ തുടരുന്നു. വിശേഷ സത്തകളാണ് അല്ലെങ്കിൽ നാമരൂപങ്ങളാണ് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത്. അവയുടെ അധിഷ്ഠാനമായ സാമാന്യ സത്തയ്ക്ക് ഒരു കുറവും കൂടുതലും സംഭവിക്കുന്നില്ല. അത് ഒരുപോലെ തന്നെ നിൽക്കുന്നു. ഈ വിശേഷ സത്തകൾ അതിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ആ സാമാന്യ സത്തയാണ് ബ്രഹ്മം, ചിത്ത്, ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ നാമരൂപങ്ങളെ വിട്ട് അപ്പുറത്തോട്ട് ഒരിഞ്ച് പോകാൻ നമുക്ക് കഴിയുന്നില്ല. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് സാമാന്യ സത്തയെ എങ്ങനെ അറിയും? അതിനെ ബുദ്ധി കൊണ്ട് വേണം അറിയാൻ. ഇന്ദ്രിയങ്ങളും മനസ്സും വിശേഷ സത്തകളെ മാത്രമേ കാണിച്ചു തരൂ. നാമരൂപങ്ങളെ മാത്രമേ എന്നും മനസ്സും അഞ്ചിന്ദ്രിയങ്ങളും കാണിച്ചു തന്നിട്ടുള്ളൂ. ഇനിമേലും അങ്ങനെ തന്നെയാവും. ബുദ്ധിയാണ് സാമാന്യ സത്തയെ പിന്തുടർന്ന് അതിനെ സാക്ഷാത്കരിക്കേണ്ടത്. അവിടെ വിവേകമാണ് നമുക്ക് സഹായിയായി നമ്മുടെ ഒപ്പം വരിക. നാമരൂപങ്ങളില്ലാത്ത ഒന്നിനെ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാമരൂപങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നാമരൂപങ്ങളില്ലാത്ത കേവലമായ ഒരു ശുദ്ധ സത്തയുണ്ട്, സാമാന്യ സത്തയുണ്ട്, സത്താ സാമാന്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഞങ്ങൾ എങ്ങനെ കാണും? അതിനെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചാലും അങ്ങനെ ഒരു സത്തയുള്ളതായി അറിയാൻ പറ്റില്ല. ഉപനിഷത്തുകൾ വായിക്കുക, വേദാന്ത ശാസ്ത്രം പഠിച്ച് സാമാന്യ സത്തയെ ബുദ്ധി കൊണ്ട് സദാ അനുധാവനം ചെയ്യുക. അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടെ ഓടുക എന്നാണ് അർത്ഥം. ധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടുക. അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒപ്പം ഓടുക എന്നാണ്. ഒപ്പം ഓടുക എന്ന് പറഞ്ഞാൽ മനസ്സ് നിശ്ചലമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സാമാന്യ സത്തയിൽ ബുദ്ധിയെ ഏകാഗ്രപ്പെടുത്തുക എന്നാണ് അനുധാവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഓട്ടമേ ഇല്ല, നിശ്ചലതയാണ് അവിടെ. അതായത് എല്ലാം ഒന്നാണ് എന്ന ചിന്ത ഉള്ളിൽ നിലനിർത്തുക. എല്ലാം ബ്രഹ്മമാണ് എന്ന് ബുദ്ധിയെ സദാ പഠിപ്പിച്ച് എന്ത് കണ്ടാലും എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം, ഇതാണ് ആ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഏക ഉപായം.
മനസ്സ് ഏതേത് നാമരൂപത്തിൽ ചെന്ന് പറ്റുന്നുവോ ആ നാമരൂപത്തിൻ്റെ ഗുണദോഷങ്ങളെ ചിന്തിക്കാതെ നാമരൂപരഹിതമായ സാമാന്യ സത്തയാണ് ആ നാമരൂപമായി കാണപ്പെടുന്നത് എന്ന സത്യം നിരന്തരം ഓർമ്മിക്കുക. ചിന്തിക്കാനോ വിശകലനം ചെയ്യാനോ ഒന്നുമില്ല, ഓർമ്മിച്ചാൽ മാത്രം മതി. അങ്ങനെയാണ് ആ ആത്മസത്യത്തെ സാക്ഷാത്കരിക്കേണ്ടത്. ഈ പ്രശ്നം ശിഖിധ്വജൻ തൻ്റെ പത്നിയോട് നേരത്തെ ഉന്നയിച്ച ഒന്നാണ്. ചൂടാല ആദ്യമേ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം നേടി. ശിഖിധ്വജന് സംഭവം പിടികിട്ടിയില്ല. ചൂടാല പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, അങ്ങ് എന്തുകൊണ്ട് ഈ ലളിതമായ സത്യം മനസ്സിലാക്കുന്നില്ല? നാമരൂപങ്ങളാണ് വ്യത്യസ്തങ്ങളായി കാണപ്പെടുന്നത്. അവയിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സാമാന്യ സത്തയുണ്ട്. അതിനെ ബുദ്ധി കൊണ്ട് വേണം ഗ്രഹിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ശിഖിധ്വജൻ വിചാരിച്ചു, ഭാര്യ എന്തോ തമാശ പറയുകയാണ്. ചുമ്മാ തമാശ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ തമാശ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, നർമ്മം. വെറുതെ തമാശ പറയുന്നതാണ്. ഓടി കള്ളി, ചുമ്മാ കാണുന്നവയിൽ കാണപ്പെടാത്ത ഒന്നിനെ കാണണം പോലും. ചുമ്മാ നീ തമാശയൊന്നും പറയാതെ എൻ്റെ അടുത്ത്. യു ആർ കിഡിങ്, ഹേ യു ആർ കിഡിങ്. ഇംഗ്ലീഷിൽ കിഡിങ് എന്ന് പറഞ്ഞാൽ തമാശ പറയുന്നു എന്നാണ്. കിഡ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം. കുട്ടികളോടാണ് നമ്മൾ ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പൊലിപ്പിച്ചൊക്കെ പറയുക. അപ്പം നീ വെറുതെ തമാശ പറയുകയാണ്, ഒന്ന് പോടി എൻ്റെ ഭാര്യയെ എന്നാണ് പറഞ്ഞത്. ചൂടാല വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ ഭർത്താവ് അതൊരു തമാശ രൂപത്തിലെടുത്തു. എന്തുകൊണ്ട്? എൻ്റെ ഭാര്യ, അവൾക്കെന്തറിയാം? ഇതാണ് കുഴപ്പം. അവൾ ബാലയാണ്, ബാലികയാണ്. ഇയാളെന്തോ വലിയ കേമനെ പോലെ. അവർ നേരത്തെ ആത്മാവിനെ സാക്ഷാത്കരിച്ചു. സാമാന്യ സത്തയാണ് വിശേഷ സത്തകളായി നാമരൂപങ്ങളായി പ്രകടമാകുന്നത് എന്ന സത്യം ചൂടാല ശിഖിധ്വജൻ സാക്ഷാത്കരിക്കുന്നതിന് മുമ്പേ തന്നെ സാക്ഷാത്കരിച്ചു. അത് ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവിനെയും ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ഭർത്താവ് അതിനെ തമാശയായി തള്ളിക്കളഞ്ഞു. അപ്പോഴാണ് ചൂടാല തീരുമാനിച്ചത്, ഞാൻ പറഞ്ഞ എൻ്റെ ഭർത്താവിന് ഇത് പിടികിട്ടത്തില്ല. ഒരു യോഗി വര്യൻ്റെ വേഷത്തിൽ, ഒരു മഹർഷിയുടെ വേഷത്തിൽ വന്ന് സാമാന്യ സത്ത, അതാണ് ബ്രഹ്മം, ഈ കാണപ്പെടുന്നവയിൽ കാണപ്പെടാത്തതായി മറ്റൊന്ന് വ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ തത്വോപദേശം ചെയ്ത അപ്പം മാത്രമേ ഇങ്ങേരുടെ തലയ്ക്കകത്ത് കയറത്തുള്ളൂ എന്ന് വിചാരിച്ചാണ് കുംഭമുനിയുടെ വേഷം ധരിച്ച് കാട്ടിലെത്തിയത്. നാട്ടിൽ വെച്ച് പറഞ്ഞു കൊടുത്താൽ ഇങ്ങേർക്ക് മനസ്സിലാകത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഈ സത്യം പറഞ്ഞാലും അദ്ദേഹം അംഗീകരിക്കുകയില്ല. ഒരു കാര്യം ചെയ്യാം, അവരുടെ സിദ്ധി ഉപയോഗിച്ച് അവർ തന്നെ ഒരു മഹർഷിയാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. പക്ഷെ അപ്പ ഏറ്റു. അതുകൊണ്ട് ആര് പറയുന്നു, എപ്പോൾ പറയുന്നു, എവിടെ പറയുന്നു, എങ്ങനെ പറയുന്നു, അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഒരു 50-55 വയസ്സ് മാത്രം പ്രായമുള്ള PRS എടുത്ത ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ സത്യം ഇവിടെ പറയുന്നു. കേൾക്കുന്നവരിൽ മിക്കവാറും എല്ലാവരും എന്നേക്കാൾ പ്രായം കൂടുതലുള്ളവരാണ്. ഈ ഇത്തിരി പോകുന്ന പയ്യൻ, നിങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പയ്യനാണല്ലോ, എന്നേക്കാളും ചെറുപ്പക്കാരുണ്ട് ഈ സദസ്സിൽ, ഇല്ല എന്ന് പറയുന്നില്ല. പ്രായത്തിൽ കുറവുള്ള ഇദ്ദേഹം പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്ന് മാത്രം സംശയിക്കരുത്. ഞാൻ വെറും ഉച്ചഭാഷിണി മാത്രമാണ്. എന്താണ് ഉച്ചഭാഷിണി? ലൗഡ് സ്പീക്കർ. അകത്ത് പുറകിൽ നിന്ന് വേറൊരുത്തൻ പറയുന്നുണ്ട്. ഋഷിമാരുടെ വാക്കുകൾ ഋഷിമാരുടെ വാക്കുകൾ ഈ വായയിലൂടെ പുറത്തു വരുന്നു. അത്രയേ ഉള്ളൂ. എൻ്റെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഋഷി പറഞ്ഞത്
ഉപനിഷത്തുകൾ പറഞ്ഞത്, ഈശ്വരൻ പറഞ്ഞത്, ഈശ്വരൻ വെളിപ്പെടുത്തിയത്, അതിനെ ഒരിക്കലും സംശയിക്കരുത്. അതിനെ അതുപോലെ അംഗീകരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആര് പറയുന്നു, എങ്ങനെ പറയുന്നു, എവിടെ പറയുന്നു, പറയുന്ന ആളിൻ്റെ പ്രായം, യോഗ്യത, അയാളുടെ വസ്ത്ര രീതി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാളല്ല ജനങ്ങൾ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നത്. ഞാനൊരു കാവ്യ വസ്ത്രം ഉടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എഫക്റ്റ് ഉണ്ടാവും, എനിക്കറിയാം. അതിനുവേണ്ടി ഞാൻ കാവ്യ വസ്ത്രമൊന്നും മാറ്റാൻ പോകുന്നില്ല. ദുർഗാനന്ദ സ്വാമി പറയുന്നതിന് അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ. വല്ലപ്പോഴും ഒരിക്കൽ കാവ്യ മുണ്ടുടുത്തോണ്ട് വരുമെന്നുള്ളതല്ലാതെ കംപ്ലീറ്റ് കാവ്യ ആക്കിയിട്ടില്ല. ഒരു ജുബയും കൂടെ ഈ കാവ്യ വസ്ത്രത്തിൽ തയ്പ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഏൽക്കുമെന്നാണ് തോന്നുന്നത് കേട്ടത്. താടി മീശ ഇപ്പോഴേ ഉണ്ട്, കുറച്ച് ദിവസം ഷേവ് ചെയ്യാതെ മുടി വെട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഏതാണ്ട് ഒരു രമേഷ് സ്വാമി, ഇപ്പം തന്നെ രമേഷ് സ്വാമി എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. ശരിക്കുള്ള ഒരു സ്വാമിയായി മാറിയാൽ ആ വേഷവിധാനമൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു സ്വീകാര്യത കിട്ടും. നമുക്ക് സ്വീകാര്യത വേണ്ട എന്ന് വെച്ച് അങ്ങനെ നിങ്ങളെ ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. ഈ വേഷത്തിൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ഇതിനു വേണ്ടി ഞാനിനി സന്യാസം സ്വീകരിച്ച് കാവ്യവസ്ത്രം ഉടുത്ത് ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോഴും എന്നെ വിമർശിക്കാൻ പല ആൾക്കാരും ഉണ്ടാവും. കള്ളസ്വാമി, നേരത്തെ മുണ്ടൊക്കെ ഉടുത്ത് നടന്നിരുന്ന ഒരു സുപ്രഭാതത്തിൽ കാവ്യവസ്ത്രവും കാവ്യ ജുബയും ഒക്കെ ഇട്ട് വേഷം മാറി ആളുകളെ പറ്റിക്കാൻ, പുതിയ വേഷവും കെട്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെ അപ്പോഴും ആളുകൾ കുറ്റം പറയാനുണ്ടാവും. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നാണ്. ഒരാൾ അമ്മയെ തല്ലി, അത് ശരിയാണോ തെറ്റാണോ? ശരി എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്, തെറ്റെന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ശരിയെന്ന് എന്താണ് വാദിക്കുന്നതെന്ന് അറിയാമോ? ആരും സ്വന്തം അമ്മയെ തല്ലാറില്ല. ഇവൻ അമ്മയെ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ എത്ര ഭയങ്കരിയായിരിക്കണം. ഇതാണ് അമ്മയെ തല്ലുന്നതിനെ ന്യായീകരിക്കുന്നവരുടെ ന്യായീകരണം. ഇനി അമ്മയെ തല്ലിയതിനെ എതിർക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്തൊക്കെയായാലും അവരെത്ര ദുഷ്ട സ്ത്രീ ആയിക്കോട്ടെ, വ്യഭിചാരിണി തന്നെ ആയിക്കോട്ടെ, സ്വന്തം അമ്മയെ തല്ലാൻ പറഞ്ഞു. അമ്മയെ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നിന്ദ്യമായ പെറ്റ തള്ളയല്ലേ, 10 മാസം ചുമന്ന് പ്രസവിച്ച തള്ളയെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നിന്ദ്യമായ കർമ്മം വേറെന്തുണ്ട് എന്ന് അതിനെ എതിർക്കുന്നവരും ഉണ്ടാവും. എന്തായാലും രണ്ടഭിപ്രായമുണ്ട് ഇവിടെ. അതുകൊണ്ട് വേഷം മാറ്റിയിട്ട് കഥയില്ല, മനസ്സ് മാറണം. മനസ്സാണ് പരിവർത്തനപ്പെടേണ്ടത്. യസ്മാത് കാരണാത് അത്ര ജഗതി പ്രസിദ്ധ ഭിത്യജലാദയോപി സാ ബ്രഹ്മസത്തൈവ. ഈ കാരണത്താൽ, ഏത് കാരണത്താൽ? എല്ലാം സാമാന്യ സത്തയുടെ പ്രകടനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഈ ജഗത്തിൽ പ്രസിദ്ധങ്ങളായ ഭിത്തി, പർവ്വതം മുതലായവ ബ്രഹ്മം തന്നെ. ഇമാ ഘടപടാകാര പദാർത്ഥ ശതശക്തയ ചിന്മാത്രം. ഇവിടെ കാണുന്ന കുടവും വസ്ത്രവും കല്ലും മണ്ണും തടിയും മരവും എല്ലാം ബ്രഹ്മസത്തയാണ്. ബ്രഹ്മമാണ് ഈ കാണുന്നതെല്ലാം. സർവം ബ്രഹ്മമയം. അതിനെ തന്നെയാണ് സർവം വിഷ്ണുമയം ജഗത് എന്നും പറഞ്ഞത്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യത്തെ. സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. അവിടെ വിഷ്ണു എന്നുള്ള വാക്കിന് ബ്രഹ്മം, സാമാന്യ സത്ത എന്നാണ് അർത്ഥം. അല്ലാതെ ചതുർഭുജധാരിയായ വൈകുണ്ഠവാസിയായ വിഷ്ണു അല്ല, സാമാന്യ സത്തയാണ്. എങ്ങും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് വിഷ്ണു ശബ്ദത്തിൻ്റെ അർത്ഥം. വ്യാപിക്കുന്നത് ശീലമാക്കിയവൻ, വ്യാപിക്കുന്ന സ്വഭാവത്തോടു കൂടിയവൻ, വ്യാപനശീലൻ. അപ്പോൾ എല്ലാം തന്നെ, ഭിത്തിയും മലയും എല്ലാം തന്നെ ബ്രഹ്മസത്തയാണ്.
എല്ലാം ഉണ്ട് എന്നാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഉണ്മയുടെ അനുഭവം തന്നെയാണ് സാമാന്യ സത്ത എന്ന് പറയുന്നത്. ശൂന്യതയെപ്പോലും നമ്മൾ ഉണ്ട് എന്നാണ് അനുഭവിക്കുന്നത്. ശൂന്യത ഇല്ല എന്ന് നമ്മൾ അനുഭവിക്കുന്നില്ല. വസ്തുക്കളില്ല എന്ന് അനുഭവിക്കും, പക്ഷേ വസ്തുക്കളുടെ അഭാവരൂപമായ ശൂന്യതയുണ്ട്. അപ്പോൾ ശൂന്യതയായി പ്രകടമാകുന്നതും ഈ സത്ത തന്നെ. അതുകൊണ്ടാണ് ശൂന്യതയെ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായി ശൂന്യവാദികൾ അംഗീകരിച്ചത്. അവരുടെ ശൂന്യം വേദാന്തികളുടെ ബ്രഹ്മം തന്നെയാണ്. അവർ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ പറഞ്ഞു. ശൂന്യതയെ ഉണ്ട് എന്നാണല്ലോ അറിയുന്നത്. ശൂന്യതയ്ക്ക് ഉണ്മ എവിടെ നിന്ന് കിട്ടി? ശൂന്യതയെ ഉണ്ട് എന്ന് അറിയുന്നവനാണ് ശൂന്യതയ്ക്ക് ഉണ്മ നൽകുന്നത്. ആ അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ, അവൻ ജീവനാണ്. ആ ജീവൻ ചിദംശമാണ്. അതുകൊണ്ട് ചിത്ത് തന്നെയാണ് ഈ കാണപ്പെടുന്നതെല്ലാം. സാ ബ്രഹ്മസത്തൈവ, ബ്രഹ്മം തന്നെയാണ് സത്ത. ബ്രഹ്മത്തിൻ്റെ സ്വഭാവവിശേഷമായ സത്തയാണ് പ്രപഞ്ചത്തിന് പകർന്നു കിട്ടിയിട്ടുള്ളത്. ഈ പ്രപഞ്ചം ഉണ്ട് എന്നാണ് എല്ലാവരും എപ്പോഴും അനുഭവിക്കുന്നത്. പ്രപഞ്ചത്തെ ഇല്ല എന്ന് ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. സുഷുപ്തിയിൽ അങ്ങനെ അനുഭവിക്കുന്നുണ്ടല്ലോ. പ്രപഞ്ചാനുഭവം ഇല്ല, പ്രപഞ്ചത്തെ ഇല്ല എന്ന് അനുഭവിക്കുകയല്ല നമ്മൾ സുഷുപ്തിയിൽ ചെയ്യുന്നത്. പ്രപഞ്ചം ഇല്ല എന്ന് നിങ്ങൾ സുഷുപ്തിയിൽ അറിയുന്നുണ്ടോ? പ്രപഞ്ചത്തെ അറിയാതിരിക്കുന്നത് വേറെ, പ്രപഞ്ചം ഇല്ല എന്ന് അനുഭവിക്കുന്നത് വേറെ. പ്രപഞ്ചത്തെ അറിയാതിരിക്കുക മാത്രമേ സുഷുപ്തിയിൽ ജീവന്മാർ ചെയ്യുന്നുള്ളൂ. പ്രപഞ്ചം ഇല്ല എന്നുള്ള അറിവ് സുഷുപ്തിയിൽ ഒരു ജീവനുമില്ല. പ്രപഞ്ചം ഇല്ല എന്ന് അറിയാൻ പറ്റില്ല. പ്രപഞ്ചത്തെ നിങ്ങൾക്ക് മറക്കാം. പ്രപഞ്ചം ഇല്ല എന്ന് അറിയുന്നെങ്കിൽ അത് ആത്മസാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം നഷ്ടമാകുന്നത്. അവിടെ ആത്മാവ് മാത്രം പ്രകാശിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തെ നാം ഇല്ല എന്ന് ഉറക്കത്തിൽ അറിയുന്നില്ല. ഉറങ്ങി എഴുന്നേറ്റ ശേഷമാണ് ഞാൻ പ്രപഞ്ചത്തെ അറിയാതിരുന്നു എന്നറിയുന്നത്. ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നില്ല എന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ അറിയുമ്പോൾ തന്നെ അറിയണം. ഉറക്കത്തിൽ പ്രപഞ്ചത്തെ നാം അറിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ വേളയിൽ അങ്ങനെ അറിയുന്നില്ലല്ലോ. ബ്രഹ്മം ഉറക്കത്തിൽ ശൂന്യതയായി പ്രകടമാകുന്നു. ഉണർന്നു വരുമ്പോൾ അതേ ബ്രഹ്മം നാമരൂപങ്ങളായി പ്രകടമാകുന്നു. രണ്ടും ഒന്നിൻ്റെ തന്നെ പ്രകടനങ്ങൾ. അതെങ്ങനെയാണ് സത്തസ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തിന് ശൂന്യതയായി പ്രകടമാകാൻ കഴിയുന്നത്? എടോ, അതിന് എന്തും പറ്റും, എന്തും സാധ്യമാണ്. അതിന് പറ്റാത്തതായി, അതിന് കഴിയാത്തതായി, അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. ശൂന്യതയായി പോലും അതിന് തന്നെ പ്രകടമാക്കാൻ കഴിയും. അതാണ് നാം ഉറക്കത്തിൽ അനുഭവിക്കുന്ന ശൂന്യതയുടെ അനുഭവം. ഉറക്കത്തിൽ നിങ്ങൾ ബ്രഹ്മത്തെയാണ് അനുഭവിക്കുന്നത്, പക്ഷേ അത് ബ്രഹ്മമാണ് എന്ന് അറിയുന്നില്ല. ജാഗ്രത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ജാഗ്രത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തെ അറിയുന്നു, നാമരൂപങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ വ്യക്തമായി ഗ്രഹിക്കുന്നു. ഈ നാമരൂപങ്ങളും ബ്രഹ്മം തന്നെ. ഇപ്പോൾ ജാഗ്രത്തിലും അറിയുന്നില്ല, സ്വപ്നത്തിലും ആ സത്യത്തെ അറിയുന്നില്ല. സുഷുപ്തിയിൽ അതിനെ ശൂന്യതയായി അറിയുന്നത് കൊണ്ട് അവിടെയും ആത്മാവിനെ നാം അറിയാതെ തന്നെ ജീവിക്കുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ അവസ്ഥാത്രയങ്ങൾ ആത്മാവിൽ പൊന്തി മറയുന്ന വെറും കാഴ്ചകൾ മാത്രമാണ്. ആ കാഴ്ചകൾക്ക് മാറി മാറി പ്രത്യക്ഷപ്പെടാൻ ഇടമരുളുന്ന അധിഷ്ഠാനമാണ് ഈ സാമാന്യ സത്ത, അല്ലെങ്കിൽ സത്താ സാമാന്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ശുദ്ധചിത്ത്. നച ഭിത്യാദയോ വാചം ന വദന്തീത്യചേതനായേവേതി ഭ്രമിതവ്യം. ഇനിയൊരു സംശയം തോന്നാം. ഭിത്തി മുതലായവയെല്ലാം ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മം ചിത്താണ്. ആ ചിത്താണ് ജീവനായി പ്രകടമാകുന്നത്. ജീവന്മാർ സംസാരിക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ഈ ഭിത്തികളൊന്നും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇതൊക്കെ ബ്രഹ്മമാണെങ്കിലേ, ബ്രഹ്മത്തിൽ നിന്നാണ് വേദങ്ങൾ പോലും പ്രകടമായിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അചേതനം, ജഡം എന്നൊന്നും ഇവിടെ ഇല്ല. എല്ലാം ചേതനമാണെങ്കിൽ, ചൈതന്യത്തിൻ്റെ തന്നെ രൂപമാണെങ്കിൽ, ജഡവസ്തുക്കൾ, ഭിത്തി മുതലായ ജഡവസ്തുക്കൾ എന്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നില്ല എന്ന് ശങ്കിക്കേണ്ട, എന്ന് ഭ്രമിക്കണ്ട. നച ഭിത്യാദയോ വാചം ന വദന്തി ത്യചേതനായേവേതി ഭ്രമിതവ്യം. നമ്മോട് ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ജഡപദാർത്ഥങ്ങളെ ചൈതന്യമല്ല എന്ന് ഭ്രമിക്കണ്ട. അവയൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും അതും ചിത്ത് തന്നെയാണ്. എല്ലാം ചിത്താണ്. ജഡമായി കാണപ്പെടുന്നവയും ചിത്ത് തന്നെ. ജഡത്തെ ഉണ്ടാക്കി കാണിക്കാനുള്ള ഒരു ശക്തി ഈ ചിത്തിലുണ്ട്. അതാണ് മായ. ആ മായയാണ് ജഡങ്ങളുടെ തോന്നലുളവാക്കുന്നത്. അതുകൊണ്ട് ജീവനുള്ളവ മാത്രമാണ് ബ്രഹ്മം ചിത്ത് എന്ന് വിചാരിക്കരുത്. അചേതനങ്ങളും ചൈതന്യം തന്നെയാണ്. യതസ്തേ സ്വപ്നാദിപ്രസിദ്ധ മായാസ്വിവ ഇദാനീമപി മേ പുരതഃ വാചം വദന്തി. എന്തുകൊണ്ടെന്നാൽ നിൻ്റെ സ്വപ്നം അല്ലെങ്കിൽ നീ കാണുന്ന ഇന്ദ്രജാലം, മാജിക്ക് മുതലായവയിൽ ഇദാനീമപി മേ പുരതഃ വാചം വദന്തി, എൻ്റെ മുമ്പിൽ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്ത് തന്നെയാണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. സംസാരിക്കുന്ന ചിത്തുമുണ്ട്, മൂകമായ ചിത്തുമുണ്ട്. മൗനാവസ്ഥയിൽ കഴിയുന്ന ചിത്താണ് ജഡപദാർത്ഥങ്ങൾ. സംസാരിക്കുന്ന ചിത്താണ് ജീവന്മാർ, ജീവജാലങ്ങൾ, പക്ഷി മൃഗാദികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ചിത്താണ്. ജഡപദാർത്ഥങ്ങൾക്ക് സംസാരിക്കാനോ ശബ്ദം പുറപ്പെടുവിക്കാനോ ചലിക്കാനോ ശ്വസിക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ ഉള്ള കഴിവില്ല. എന്നാലും അവയെല്ലാം ചിത്ത് തന്നെ. ഒന്നിനെയും ചിത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിൽ അനേകം ജീവികളായി സംസാരിക്കുന്നവ ചിത്ത് തന്നെ. അതുപോലെ ഭിത്തി മുതലായ അചേതന വസ്തുക്കളും ചൈതന്യം തന്നെയാണ്. യഥാ അത്യന്ത ജഡത്വേന പ്രസിദ്ധേഷ്വപി. അത്യന്ത ജഡം എന്ന് പറഞ്ഞാൽ ശുദ്ധജഡം, ജീവനില്ലാത്തവ, അചേതനങ്ങൾ. അങ്ങനെ പ്രസിദ്ധങ്ങളായ അനേകം ജഡങ്ങളുണ്ടെങ്കിലും പ്രസിദ്ധേഷ്വപി കുഡ്യാദിഷു സർവജഗദ്ഘടിത ചേതനത്വം ന അസമഞ്ജസം. കുഡ്യം എന്ന് പറഞ്ഞാൽ തിണ്ണ, മൺ, ചുവര് എന്നൊക്കെയാണ് അർത്ഥം. അതൊക്കെ ജഡപദാർത്ഥങ്ങളാണ്. അവയിലെല്ലാം ഈ അചേതനത്വമാണ് ചേതനത്വത്തെക്കാളും കൂടുതൽ പ്രകടമാകുന്നത് എങ്കിലും അതൊക്കെ ബ്രഹ്മമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നതിൽ ഒരു യുക്തിരാഹിത്യവുമില്ല. ന അസമഞ്ജസം തഥാ ചേതനപ്രായേഷു യുഷ്മാസു യുഷ്മദാദിദേഹേഷു സുതരാം തന്ന അസമഞ്ജസമിത്യർത്ഥ. ജഡപദാർത്ഥങ്ങളിൽ മൂകമായി പ്രകടമാകുന്ന ചിത്ത് ജീവജാലങ്ങളിൽ ശബ്ദരൂപത്തിൽ, പ്രാണസ്പന്ദന രൂപത്തിൽ, കർമ്മരൂപത്തിൽ പ്രകടമാകുന്നു. ഒരിക്കലും ജഡപദാർത്ഥങ്ങളെ ചിത്തിൽ നിന്ന് ഒഴിവാക്കരുത്. ജഡങ്ങൾ പോലും യഥാർത്ഥത്തിൽ ചിത്താണ്. ഇവിടെ ജഡം എന്ന ഒന്ന് ചിത്തിൽ നിന്ന് വിഭിന്നമായിട്ടില്ല. എല്ലാം അത് തന്നെ. ചേതനവും അചേതനവുമായി കാണപ്പെടുന്ന എല്ലാം ശുദ്ധ ചിത്ത് തന്നെയാണ്. ചിത്തിൻ്റെ തന്നെ പ്രകടനമാണ് ജഡപ്രതിഭാസങ്ങളെല്ലാം. നമുക്ക് ഇവിടെ നിർത്താം. കുറച്ച് ശ്ലോകങ്ങളും കൂടെ ഉള്ളൂ. അത് വായിച്ചിട്ട് നമുക്ക് ഭാസൻ്റെ മറ്റ് ചില ജന്മ പരമ്പരകളെ കാണാം. അവിടെ ഒരു വലിയ ശവം മുകളിൽ നിന്ന് വീഴുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, മഹാശവവർണ്ണനം. അത് നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം.